വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സാണുനാഥൻ ഇരുമ്പഴിക്കുള്ളിൽ. ഒറ്റപ്പാലം കോടതി അധ്യാപകനെ റിമാൻഡ് ചെയ്തു. വനിതാ സിഐ വിദ്യാർത്ഥിനികളിൽ നിന്നും പുതിയ മൊഴിയെടുത്തു. അനങ്ങനണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ കെ നഫീസ രാജിവെച്ചു. രാജി മുന്നണിയിലെ ധാരണ പ്രകാരം. കോൺഗ്രസിലെ വി ദേവയാനി പുതിയ പ്രസിഡന്റായേക്കും. ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഓവറോൾ കിരീടം. ഷൊർണൂർ ഉപജില്ലാ കായികമേള വ്യാഴാഴ്ച മുതൽ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ ഇരുമ്പുരുക്ക് മാലിന്യം തള്ളി കിണർ വെള്ളം ഉപയോഗയോഗ്യമല്ലാതായ സംഭവം. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും കൊമ്പുകോർക്കുന്നു. അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടു. മദ്യത്തിനെതിരെ യൂത്ത് ലീഗ്. മദ്യനിരോധനാധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് യൂത്ത് ലീഗ്. UDF പ്രഖ്യാപിച്ച ഘട്ടംഘട്ട മദ്യനിരോധനം നടപ്പാക്കണമെന്നും യൂത്ത് ലീഗ്. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന ആരോപണ വിധേയനായ കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ സാണുനാഥനെ ഒറ്റപ്പാലം കോടതി റിമാൻഡ് ചെയ്തു. നേരത്തെ പോലീസ് എടുത്ത FIR-ൽ പാകപ്പിഴവുണ്ടെന്ന പരാതിയെ തുടർന്ന് വനിതാ SI വിദ്യാർത്ഥിനികളിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ കോടതിയിൽ ഹാജരാക്കിയത്. അധ്യാപകനെതിരെയുള്ള കേസിൽ FIR-ൽ പിഴവ് സംഭവിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനികളിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തിരുന്നു. ഷൊർണൂർ SIയെ മാറ്റി വനിതാ സർക്കിൾ ഇൻസ്പെക്ടർ എത്തിയാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികളിൽ നിന്നും മൊഴിയെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഷൊർണൂർ പോലീസിന്റെ അന്വേഷണത്തിലുണ്ടായ പിഴവിനെ തുടർന്ന് വലിയ വിവാദവും ഉയർന്നിരുന്നു. സംഭവം നടന്നതിനു ശേഷം ഒളിവിലായിരുന്ന സാണുനാഥൻ പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യമെടുത്തിരുന്നു. അതിനുശേഷമാണ് കേസ് പുതിയ വഴിത്തിരിവിലെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സാണുനാഥനെ ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഒറ്റപ്പാലം CI K വിജയകുമാറിന്റെ നേതൃത്വത്തിൽ സാണുനാഥനെ കോടതിയിലെത്തിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നഫീസ സ്ഥാനം രാജിവെച്ചു. UDF-ലെ ധാരണ പ്രകാരമാണ് മുസ്ലിം ലീഗിലെ കെ നഫീസ സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസിലെ വി ദേവയാനി പ്രസിഡന്റാകാനാണ് സാധ്യത. മുന്നണിയുടെ അഭിപ്രായ പ്രകാരം ധാരണ പ്രകാരം അതേ സൈറ്റിന് അതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നൽകുകയാണ്. എന്റെ പാർട്ടി പ്രസിഡന്റിന് രാജിക്കത്ത് നൽകി കഴിഞ്ഞു. പഞ്ചായത്തിൽ ആദ്യം ഭരണ നേതൃത്വത്തിൽ എത്തുന്ന പാർട്ടിക്ക് 2 വർഷവും പിന്നീട് വരുന്നവർക്ക് 3 വർഷവും എന്നതാണ് മുന്നണി ധാരണ. 2.5 വർഷം പൂർത്തിയാകുന്നതോടെ വൈസ് പ്രസിഡന്റും രാജിവെക്കും. മുസ്ലിം ലീഗ് കെ നഫീസ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന് രാവിലെ രാജിക്കത്ത് കൈമാറി. വൈകിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും നൽകി. സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന് രാജിക്കത്ത് അയച്ചതിനു ശേഷം ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തീയതിയിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചായത്തിലെ ഏക കോൺഗ്രസ് അംഗം വി ദേവയാനി പ്രസിഡന്റ് ആയേക്കും. മുൻ ഭരണസമിതി അവഗണിച്ചതും വികസനമെത്താത്തതുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു. മുടങ്ങിയ EMS പദ്ധതി നടപ്പിലാക്കി. പനമണ്ണ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രക്കുളം നവീകരിച്ചു തുടങ്ങിയ പ്രവൃത്തികൾ നടത്താൻ തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന് കെ നഫീസ പറഞ്ഞു. പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയ ശേഷം ഒറ്റപ്പാലത്ത് വിളിച്ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നിർദ്ദേശങ്ങൾ വന്ന് ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്തിനെ സമഗ്രമായ ഒറ്റ യൂണിറ്റായി കണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ചാൽ കിട്ടാവുന്നതാണ്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ വാർഡുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും കെ നഫീസ അഭ്യർത്ഥിച്ചു. ഓങ്ങല്ലൂർ ഇരുമ്പുരുക്ക് മാലിന്യം തള്ളിയതിനെ തുടർന്ന് കിണറുകളിലെ വെള്ളം ഉപയോഗയോഗ്യമല്ലാതായ സംഭവം. അടിയന്തര നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിനോട് പഞ്ചായത്ത് നിർദ്ദേശം നൽകി. അതേസമയം സംഭവത്തിൽ പരാതി കിട്ടിയിട്ടും ആരോഗ്യവകുപ്പ് അലംഭാവം കാട്ടിയതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലത്തുണ്ടായിരുന്ന കിണർ ഇരുമ്പുരുക്ക് മാലിന്യം ഉപയോഗിച്ച് മൂടിയതാണ് സമീപവാസികളുടെ കുടിവെള്ളം മുട്ടിച്ചത്. ഉരുക്കുമാലിന്യം കലർന്നതിനെ തുടർന്ന് സമീപത്തെ 2 വീടുകളിലെ കിണറുകളിലെ വെള്ളമാണ് ഉപയോഗയോഗ്യമല്ലാതായിരിക്കുന്നത്. മാലിന്യം തള്ളിയ തൊട്ടടുത്ത ദിവസം തന്നെ വെള്ളം കറുത്ത നിറമായി ദുർഗന്ധം അനുഭവപ്പെടാനും തുടങ്ങി. വീട്ടുകാർ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബുധനാഴ്ച പഞ്ചായത്ത് അടിയന്തര ബോർഡ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പിനോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. അലക്ഷ്യമായ ഇത്തരം മാലിന്യ നിക്ഷേപങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ഷാഹിദ് വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വൻ വീഴ്ച വരുത്തിയതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. പരാതി കിട്ടിയതിനെ തുടർന്ന് ഓങ്ങല്ലൂരിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഷാജിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചിരുന്നെങ്കിലും നിസ്സംഗ മനോഭാവത്തോടെയാണ് പ്രശ്നം കൈകാര്യം ചെയ്തതെന്നും ആക്ഷേപമുണ്ട്.
എന്നാൽ സ്ഥലമുടമ വിദേശത്തായതിനാൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും 15 ദിവസത്തിനകം മാലിന്യം നീക്കം ചെയ്യണമെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ മറ്റു നടപടി സ്വീകരിക്കേണ്ടത് പഞ്ചായത്താണെന്നും ആരോഗ്യവകുപ്പിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം വിവാദമായതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളും മാലിന്യം തള്ളിയതിനെതിരെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. കടമ്പഴിപ്പുറത്ത് നടന്നുവന്ന ചെർപ്പുളശ്ശേരി ഉപജില്ലാ കായികമേളയിൽ ചെർപ്പുളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കാട്ടുകുളം AKN MM-AM ഹയർ സെക്കൻഡറി സ്കൂളിന് ആണ് 2ാം സ്ഥാനം. ശ്രീ ശൂരം ഹയർ സെക്കൻഡറി സ്കൂളിന് 3ാം സ്ഥാനവും ലഭിച്ചു. കടമ്പഴിപ്പുറത്ത് നടന്നുവന്ന ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കായികമേളയിൽ 225.5 പോയിന്റ് കരസ്ഥമാക്കിയാണ് ചെറുപ്പുളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. കാട്ടുകുളം AKN MM-AM ഹയർ സെക്കൻഡറി സ്കൂളിന് 214 പോയിന്റ് നേടി 2ാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് 139 പോയിന്റ് നേടി 3ാം സ്ഥാനവും നേടാനായി. പുലാപ്പറ്റ MN-KM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 110 പോയിന്റും തോട്ടര കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് 79 പോയിന്റും നേടാനായി. LP വിഭാഗത്തിൽ പെരുമാങ്ങോട് ALP സ്കൂൾ 16.5 പോയിന്റോടെ 1ാം സ്ഥാനവും ഈശ്വരമംഗലം ശ്രീരാമജയം ALP സ്കൂൾ 16 പോയിന്റോടെ 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ അഴിയന്നൂർ AUP സ്കൂൾ 76 പോയിന്റോടെ 1ാം സ്ഥാനവും കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂൾ 45 പോയിന്റോടെ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി വിതരണം ചെയ്തു. 3 ദിവസങ്ങളിലായാണ് കായികമേള നടന്നുവന്നത്. മേളയുടെ അവസാന ദിവസമായ ബുധനാഴ്ച 39 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഉപജില്ലയിലെ 50 LP, 17 UP, 10 ഹൈസ്കൂൾ, 8 ഹയർ സെക്കൻഡറി, 1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 2000-ലധികം മത്സരാർത്ഥികളാണ് മേളയിൽ മാറ്റുരച്ചത്. 5 വിഭാഗങ്ങളാക്കി തിരിച്ച് 165 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കായികമേള നവംബർ 1, 2, 3 തീയതികളിൽ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കായികമേളയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9-ന് K. സലീഖ MLA ഉദ്ഘാടനം ചെയ്യും. നടൻ തിലകനെതിരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഉണ്ടായിരുന്ന വാഹന അപകട കേസ് അവസാനിപ്പിച്ചു. എന്നാൽ നഷ്ടപരിഹാരത്തിനാവശ്യമായ കേസിന്റെ നടപടികൾ തുടരും. തിലകൻ ഓടിച്ചിരുന്ന കാർ പാണ്ടിക്കാട് വെച്ച് ഇടിച്ച് 2 കുട്ടികൾ മരിച്ചിരുന്നു. നടൻ തിലകൻ മരിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് തിലകനെതിരെയുള്ള കേസ് പെരിന്തൽമണ്ണ ജുഡീഷ്യൽ കോടതി അവസാനിപ്പിച്ചത്. 2011 ഏപ്രിൽ 12-ന് തിലകൻ ഡ്രൈവ് ചെയ്തിരുന്ന കാർ പാണ്ടിക്കാട് വെച്ച് ഇടിച്ച് 2 കുട്ടികൾ മരിച്ചിരുന്നു. തിലകനെതിരെയും നഷ്ടപരിഹാരത്തിനുമായും കോടതി കേസ് നടന്നുവരികയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. കോടതിയിൽ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ബുധനാഴ്ച തിലകന്റെ അഭിഭാഷകൻ ഉമ്മർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിലകനെതിരെയുള്ള കേസ് കോടതി അവസാനിപ്പിച്ചത്. എന്നാൽ അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെയും കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തിനു വേണ്ടിയുള്ള കേസിന്റെ നടപടികൾ തുടരും. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മദ്യനിരോധനാധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കേരളപ്പിറവി ദിനമായ വ്യാഴാഴ്ച മണ്ണാർക്കാട് 6 കേന്ദ്രങ്ങളിൽ മദ്യവിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി. വൈകുന്നേരം 4-നാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അരാജകത്വങ്ങൾ, അധാർമിക പ്രവർത്തനങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളുടെ തരത്തിൽ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ അടിസ്ഥാന കാരണമായി വരുന്ന മദ്യം നിരോധിക്കണമെന്ന ശക്തമായ ആവശ്യമായി മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും സമര രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മദ്യ നിരോധനാധികാരം ജനങ്ങൾക്ക് വിട്ടു നൽകുക, മദ്യം നിരോധിക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ കേരളപ്പിറവി ദിനമായ നാളെ കേരളത്തിലെമ്പാടും മുസ്ലിം യൂത്ത് ലീഗ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന UDF പ്രഖ്യാപനം പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ടുകൂടിയാണ് യൂത്ത് ലീഗ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തെങ്കര, മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, കോട്ടോപ്പാടം, അലനല്ലൂർ, എടത്തനാട്ടുകര എന്നിവിടങ്ങളിലാണ് ജനകീയ കൂട്ടായ്മ നടക്കുന്നത്. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ കൊൽക്കടത്തിൽ, സഫീഖ് റഹ്മാൻ, ഹുസൈൻ കോളശ്ശേരി, TK ഫൈസൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു. ആന്ധ്രാപ്രദേശിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് P. സൂര്യചന്ദ്രനാണ് ഒറ്റപ്പാലത്തെ തിരഞ്ഞെടുപ്പ് ചുമതല. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയും അംഗത്വ കാർഡ് വിതരണത്തിനുമായാണ് ആന്ധ്രയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒറ്റപ്പാലത്തെത്തിയത്. ആന്ധ്രാപ്രദേശിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ P. സൂര്യചന്ദ്രൻ ഒറ്റപ്പാലത്തെത്തി ബൂത്ത്, മണ്ഡലം, അസംബ്ലി, ലോക്സഭ, സ്റ്റേറ്റ് കമ്മിറ്റി എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾക്ക് അസംബ്ലി, ലോക്സഭാ മണ്ഡലം കമ്മിറ്റികൾ, സ്റ്റേറ്റ് കമ്മിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താം. 2 വർഷമാണ് കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്കും കമ്മിറ്റിയിൽ സ്ഥാനം നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ രേഖകളും അംഗത്വ വിതരണ കാർഡുകളും കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് NK ജയരാജന് നൽകി.
മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 28ാം രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് മാവുണ്ടിരിക്കടവ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന നടത്തി. മത്സ്യബന്ധന വിപണന തൊഴിലാളി കോൺഗ്രസ് INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മൂസ തേങ്ങാട്ടിരി, ബ്ലോക്ക് സെക്രട്ടറി വാസു, ദിവാകരൻ, നവാസ് പൊട്ടച്ചിറ, രാമകൃഷ്ണൻ, ദേവദാസ്, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് P. വിനോദ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് KM ഇസ്ഹാഖ്, C. പ്രഭാകരൻ, O. രാമു, M. ഗോവിന്ദൻകുട്ടി, P. രാംകുമാർ, A. രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിർധനരായ രോഗികൾക്ക് കാരുണ്യഹസ്തവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കണ്ടമംഗലം കുറ്റ്യാനിക്കാട് VALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവർ സ്വരൂപിച്ച തുക രോഗികളുടെ വീട്ടിലെത്തി കൈമാറുന്നത്. വിദ്യാർത്ഥികളുടെ പിറന്നാൾ, മറ്റ് ആഘോഷവേളകൾ തുടങ്ങിയ ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ നിന്നും സ്വരൂപിക്കുന്ന തുക സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യം പദ്ധതിയിൽ നിക്ഷേപിക്കും. ഇതിൽ നിന്നാണ് സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അപകടത്തിൽപ്പെടുകയോ രോഗബാധിതരാകുകയോ ചെയ്യുമ്പോൾ ധനസഹായം നൽകുന്നത്. കുട്ടികളാകുമ്പോൾ തന്നെ കാരുണ്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനാധ്യാപകൻ M. ചന്ദ്രദാസൻ പറഞ്ഞു. കുറ്റ്യാനിക്കാട് വിദ്യോദയം ALP സ്കൂളിൽ ഓരോ വർഷവും ഞങ്ങൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരാറുണ്ട്. ഈ വർഷം ഞങ്ങൾ പ്രത്യേകമായി തുടങ്ങി വെച്ചൊരു പ്രോജക്റ്റാണ് കാരുണ്യനിധി പ്രോജക്റ്റ്. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ ആർജിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുകയാണ് കുട്ടികളിൽ സഹാനുഭൂതി, സ്നേഹം ഉണ്ടാക്കുക എന്നത്, മറ്റുള്ളവരോടുള്ള കാരുണ്യം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നത്. ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് കുട്ടികൾ അവരുടെ വീടുകളിൽ നടക്കുന്ന വിശേഷാവസരങ്ങളിൽ, അവരുടെ പിറന്നാൾ സന്ദർഭത്തിൽ, അങ്ങനെയുള്ള വിവിധ സന്ദർഭങ്ങളിൽ അവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഞങ്ങളുടെ കാരുണ്യനിധി ഫണ്ടിലേക്ക് അവർ നൽകുകയാണ് ചെയ്യുന്നത്. 6 മാസമായി സ്കൂളിൽ പദ്ധതി ആരംഭിച്ചിട്ട് 4 രോഗികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വീടുകളിലെത്തി ബുധനാഴ്ച ധനസഹായം കൈമാറി. വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും ചേർന്നാണ് രോഗികളുടെ വീട്ടിലെത്തിയത്. പദ്ധതിയിൽ രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായും പ്രധാനാധ്യാപകൻ പറഞ്ഞു. അങ്ങനെ കുട്ടികളിലൂടെ സ്വരൂപിച്ച ഒരു ഫണ്ടാണ് ഇതിന്റെ ഇപ്പോഴുള്ള മൂലധനമായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ ഈ സ്കൂളിന്റെ ചുറ്റുപാടുമുള്ള അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായ 4 പേരെ ഞങ്ങളിപ്പോൾ പ്രാഥമികമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്കൊരു ചെറിയ സാമ്പത്തിക സഹായം കുട്ടികൾ നേരിട്ട് വന്ന് കുട്ടികളിലൂടെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ കുറിക്കുന്നത്. ഇത് കൂടുതൽ വിപുലീകരിച്ച് രക്ഷിതാക്കളെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടുകൂടി വലിയൊരു കാരുണ്യനിധി ഫണ്ട് സ്വരൂപിച്ച് ഇവരെ തുടർന്നും സഹായിക്കണമെന്നാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനാധ്യാപകന് പുറമെ PTA പ്രസിഡന്റ് C. മൊയ്തീൻകുട്ടി, വൈസ് പ്രസിഡന്റ് P. ഹുസൈൻ, P. ജലജ, ശ്രീനിവാസൻ, ആലിസ്, വിപിൻ തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്കൊപ്പം ധനസഹായ വിതരണത്തിൽ പങ്കെടുത്തു. വഴിയോരങ്ങളിൽ കാണപ്പെടുന്ന അത്താണികൾ വിസ്മൃതിയിലാവുന്നു. ഭൂതകാലത്തിൽ നമുക്കുണ്ടായിരുന്ന സമ്പന്നമായൊരു കാർഷിക വാണിജ്യ സംസ്കൃതിയുടെ അടയാളം കൂടിയാണ് ഈ അത്താണികൾ. ചെർപ്പളശ്ശേരി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മുടെ വഴിയോരങ്ങളിൽ അനാഥമായി കിടക്കുന്ന ഈ അത്താണികൾ പുതുതലമുറയ്ക്ക് വെറും കരിങ്കല്ലുകൾ മാത്രമാകും. പക്ഷേ ഈ കരിങ്കല്ലിൽ ചെവിയോർത്താൽ കേൾക്കാനാകും സമ്പന്നമായൊരു കാർഷിക വാണിജ്യ സംസ്കൃതിയുടെ പച്ചപ്പ് നിറഞ്ഞ കഥകൾ. ഇറക്കുകല്ലുകളെന്നും ഇവ അറിയപ്പെടുന്നു. വാഹനങ്ങളില്ലാതിരുന്ന കാളവണ്ടികൾ പോലും അപൂർവമായിരുന്ന ഒരു കാലത്ത് കാർഷികോൽപ്പന്നങ്ങൾ തലച്ചുമടായിട്ടായിരുന്നു ചന്തകളിലേക്ക് മറ്റും എത്തിച്ചിരുന്നത്. കിലോമീറ്ററുകളോളം നീളുന്ന തലച്ചുമടുമായുള്ള കാൽനട യാത്രയ്ക്കിടെ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു ഈ അത്താണികൾ. ഇന്ന് ഇറക്കിയിട്ട് ക്ഷീണം മാറ്റാനൊക്കെ ഇരിക്കുന്നതാണ്. അന്ന് വണ്ടിയൊന്നുമില്ല ആ കാലത്തെ. ഏറ്റി ഒന്ന് ഇറക്കുക, അതിനോട് ഇട്ട് പോവുക, അങ്ങനെയൊക്കെയാണ്. ഇത് കുറേ പഴക്കമുള്ളതാണ്. അത്താണികൾക്കടുത്തു തന്നെ വലിയ തണൽ മരങ്ങളും ഇരുന്ന് വിശ്രമിക്കാനുള്ള കല്ലുകളും കാണാം. കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ തലയിലേറ്റി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്കിടെ ഈ ഇറക്കുകല്ലുകൾ അക്കാലത്ത് പലരുടെയും വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു. കിലോമീറ്ററോളം ഇടവിട്ടാണ് അത്താണികൾ ഉണ്ടായിരുന്നത്. കാൽനട മാത്രം ശരണമായിരുന്ന ഭൂതകാലത്തിനോട് ചേർന്നു നിന്ന് നോക്കിയാൽ ഈ അത്താണിയും അടുത്തു കാണുന്ന മരങ്ങളും നൽകുന്ന കുളിർമ ഇന്നത്തേതിൽ നിന്നും ഇരട്ടിയായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഈ അത്താണികളെല്ലാം നിലനിന്നിരുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ കൈമാറ്റങ്ങൾ നടന്നിരുന്ന പ്രസിദ്ധമായിരുന്ന ചന്തകളിലേക്കുള്ള വഴിയരികുകളിലാണെന്നതാണ് പ്രത്യേകത. എഴുവന്തലയിൽ കാണുന്ന അത്താണികൾ അന്നുണ്ടായിരുന്ന പേങ്ങാട്ടിരി ചന്തയിലേക്കുള്ള വഴിയരികിലാണ്. അങ്ങനെ ആൾക്കാർ ചുമടെ ഏറ്റവും കൂടെ പോവുക, മുമ്പിൽ ഇറക്കുക, അങ്ങനെ ആയിരുന്നു അന്ന് ഈ വണ്ടി വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ഇവിടെ ഒന്ന് പാനശാലയുടെ അവിടെ ഒന്ന്, റേഷൻ കാർഡ് അവിടെ ഒന്ന്, ഇങ്ങനെ ഒരര നാഴി മുക്കാനാഴിയിൽ ഓരോ അത്താണികളുണ്ടായിരുന്നു. അപ്പോൾ വാനശാല അവിടത്തേക്ക് പൊളിച്ചു പോയി. ഇനിയിപ്പോൾ ഇതൊന്നുണ്ട്, ഇടാറയിലുണ്ടോന്ന്, പിന്നെ ഇനിയിപ്പോൾ റേഷൻ കാർഡ് അവിടുത്തെ ഉണ്ട്.
അങ്ങനെ അന്ന് എല്ലാവരും ഏറ്റിയും കൊണ്ട് പോരാണ്, അല്ലാതെ വേറെ വണ്ടികളോ ഒന്നും കൊണ്ടുപോകില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഏറ്റി നടന്നില്ല. ഇപ്പം അടുത്തല്ല ഇപ്പോൾ ഈ വണ്ടി വാഹനങ്ങളൊക്കെ തുടങ്ങിയത്. അതുവരെയൊക്കെ ഇപ്പോൾ എത്രയോ ഓർമ്മയുണ്ട്. അന്ന് ആൾക്കാർ നെല്ലും അരിയൊക്കെ ചാക്കുംപടി ഏറ്റി പോരും, ഒന്ന് കൊടുന്ന് ഇറക്കുക, അങ്ങനെ പോയിരുന്നു. പിന്നെ അന്നിപ്പോൾ ഈ മില്ല് പോക്കും ആൾക്കാർ കുറേ ദൂരെ ഏറ്റിയിട്ടാണ് പോയിരുന്നു. അടുത്തൊന്നും മില്ല് പെട്ടുണ്ടായിരുന്നില്ല. അന്നിപ്പോൾ പറഞ്ഞ കൃഷ്ണപ്പടിക്കല ഒരു മില്ലുള്ളത്. പിന്നെ അവിടേക്കൊക്കെ ഇവിടുന്ന് ആൾക്കാർ ഏറ്റി കൊണ്ടുപോകുന്നായിരുന്നു. പിന്നെ കുലുക്കുല്ലൂരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഏറ്റൽ തന്നെ ആയിരുന്നു അന്ന് എല്ലാവരും. അപ്പോൾ അങ്ങനെ ചുമട് ഇറക്കാനായിട്ട് ഉണ്ടായതാണത്. ചന്ത പേങ്ങാറ്റ് ചന്ത ഉണ്ടായിരുന്നു. അന്ന് ഈ ചന്തയ്ക്ക് പോകുന്നവരും ചുമട് ഇറക്കാനും ഒക്കെ. അതിപ്പോൾ അടുത്ത കാലത്താണ് നിന്നത്. അതുവരെ ഇവിടെ ആഴ്ചയിലൊരു ചന്തയുള്ളൂ, തിങ്കളാഴ്ച. പിന്നെ കാളറമ്പിലാണ് ശനിയാഴ്ച. അങ്ങനെ 2 ചന്തയാണ്. നമുക്ക് എന്ത് വീട്ടു സാധനങ്ങൾ വേണമെങ്കിലും ഈ 2 ചന്തയിലാണ് കിട്ടുള്ളൂ അന്ന്. അല്ലാതെ അന്ന് പുതിയമായ സാധനങ്ങളൊന്നും കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കാണ്ടെങ്കിലും ചന്തയിൽ കൊണ്ടുപോകണം, സാധനം മേടിക്കണമെങ്കിലും ചന്തയിൽ പോകണം. അന്നങ്ങനെയായിരുന്നു. വലിയൊരു വിപണനത്തിന്റെയും അതിന് വഴിയൊരുക്കിയിരുന്ന ഭൂതകാലത്തിന്റെ സമ്പന്നമായ കാർഷിക പൈതൃകവും വിളിച്ചോതുന്ന ഈ അത്താണികൾ വേണ്ടത്ര പരിഗണന നൽകി സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ്. കൃഷിയും കാർഷിക വൃത്തിയും അന്യമായി പച്ചപ്പ് നഷ്ടപ്പെട്ട ആധുനിക സമൂഹത്തിൽ ഇതു കണ്ടെങ്കിലും ഒരു പുതുനാമ്പ് മുളച്ചെങ്കിലോ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. CPM-ന്റെ ആഭിമുഖ്യത്തിൽ തിരുവാഴിയോട്ടിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണം CPM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ ആവശ്യമായ ബോധവൽക്കരണങ്ങൾക്ക് ഏതൊക്കെ പരിപാടികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമോ ആ പരിപാടികളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. CPM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. തിരുവാഴിയോട് സെന്ററിൽ നടന്ന ദിനാചരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി AK ശീലാദേവി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം K രാമചന്ദ്രൻ, P അരവിന്ദാക്ഷൻ, K പ്രേംകുമാർ, PK ശശിധരൻ, CG ഗീത തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ വായ്പാ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായി നടത്തുന്ന സമരപ്രചരണ ജാഥയ്ക്ക് ചെർപ്പളശ്ശേരിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ P മനോമോഹനൻ, സുരേന്ദ്രൻ, ഹരി, വിനോദ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സാണുനാഥൻ ഇരുമ്പഴിക്കുള്ളിൽ. ഒറ്റപ്പാലം കോടതി അധ്യാപകനെ റിമാൻഡ് ചെയ്തു. വനിതാ CI വിദ്യാർത്ഥിനികളിൽ നിന്നും പുതിയ മൊഴിയെടുത്തു. അനങ്ങനണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ K നഫീസ രാജിവെച്ചു. രാജി മുന്നണിയിലെ ധാരണ പ്രകാരം. കോൺഗ്രസിലെ V ദേവയാനി പുതിയ പ്രസിഡന്റായേക്കും. ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഓവറോൾ കിരീടം. ഷൊർണൂർ ഉപജില്ലാ കായികമേള വ്യാഴാഴ്ച മുതൽ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ ഇരുമ്പുരുക്ക് മാലിന്യം തള്ളി കിണർവെള്ളം ഉപയോഗയോഗ്യമല്ലാതായ സംഭവം. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും കൊമ്പുകോർക്കുന്നു. അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടു. മദ്യത്തിനെതിരെ യൂത്ത് ലീഗ്. മദ്യനിരോധനാധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് യൂത്ത് ലീഗ്. UDF പ്രഖ്യാപിച്ച ഘട്ടം ഘട്ട മദ്യനിരോധനം നടപ്പാക്കണമെന്നും യൂത്ത് ലീഗ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.